നമ്മളിന്നിപ്പോൾ ഇവിടെ മുറുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ മുറുക്ക് ഉണ്ടാക്കി വെച്ചതാണ്. ചിലത് കുറച്ച് കളറ് മാറിയിട്ടുണ്ടാകും, ചിലത് കുറച്ചൊരു വൈറ്റ് കളർ പോലെ ഉണ്ടാവും കേട്ടോ. അത് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് ഇതായി പോകും. അപ്പോൾ മുറുക്കിനുള്ള മാവ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഇതാണ് മാവ്. നമ്മൾ ആദ്യം എടുക്കേണ്ടത് 3 കപ്പ് അരിപ്പൊടി, അത് വറുത്തതോ വറുക്കാത്തതോ അങ്ങനെ 3 കപ്പ് അരിപ്പൊടിയും അതിലേക്ക് നമ്മൾ പൊട്ടുകടലില്ലേ അത് നല്ല ഫൈനായിട്ട് പൊടിച്ചത് 1 കപ്പ്. ഇത് രണ്ടും കൂടെ നമ്മൾ അരിച്ച് വെക്കുക. അരിച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ എള്ളില്ലേ, പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി 1 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. അതിൽ കൂടുതലൊന്നും ഈ മുറുക്കിന് കൂടുതൽ എരിവ് ആവശ്യമില്ല. അത്ര ഇട്ടിട്ട് പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളം തിളപ്പിച്ചത് ഒരു 4 കപ്പ് തിളപ്പിച്ചതിന് ശേഷം അത് ഒഴിക്കുക. അപ്പോൾ 3 കപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും എത്ര വേണ്ടെന്ന് നമ്മൾ നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെതിപ്പോൾ ഞാൻ 4 കപ്പും കുറച്ച് കൂടുതൽ എടുത്ത കാരണം കുറച്ച് മാവ് ഇടുന്നത്. പക്ഷേ എനിക്ക് മുറുക്ക് നല്ല രീതിയിൽ തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമില്ല, അറിയുന്നുണ്ടാവില്ലേ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ. അത്രയും അങ്ങനെ എന്താ പറയുക, ഇത്ര ഒരു ലൂസ് വേണ്ട, കുറച്ചൊരു ലൂസ് മതി, കുറച്ചൊരു കട്ടിയുള്ള പോലെ. അപ്പം നമ്മൾ അതിലേക്ക് 4 കപ്പ് ഫുള്ളും വേണ്ട, 3 കപ്പ് ഒഴിച്ചതിന് ശേഷം ഒഴിച്ച് നല്ലോണം നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ കരണ്ടി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ വേണോ വേണ്ടതെന്ന് നോക്കിയിട്ട്, ഇതിപ്പം ലേശം കൂടുതലാണ്. എന്നിട്ട് നമ്മളിങ്ങനെ അതിനെ ഉരുട്ടി വെച്ചതിന് ശേഷം നമ്മൾ അച്ചിലിട്ടതിന് ശേഷം നല്ലോണം എണ്ണ ചൂടായി അതിലേക്ക് പിഴിയുക. പിന്നെ അത് പിഴിയാൻ എണ്ണയിലേക്ക് പിഴിയാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കേട്ടോ, നമ്മൾ മാവ് ചുടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലോണം കരണ്ടി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നല്ല മിക്സ് ആക്കൂലേ, ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അടച്ച് വെക്കണം. ആ ചൂടിൽ തന്നെ അടച്ച് വെച്ചതിന് ശേഷം ചൂട് പോയതിന് ശേഷം നമ്മൾ കുഴയ്ക്കുക. പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് മാവ് കുറച്ച് ഡ്രൈ ആയിട്ടാണെങ്കിൽ നമുക്ക് സാധാ പച്ചവെള്ളം അല്ലെങ്കിൽ ലൈറ്റ് ചൂടുവെള്ളം വെറുതെ ഒന്ന് തൊട്ടിട്ട് നമ്മൾ കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഈ കരണ്ടിയിലാണ് കേട്ടോ മാവ് പിഴിഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്, മേല് തെറിക്കില്ല, നമുക്ക് കുറച്ച് വിട്ട് പിടിച്ചിട്ട് എണ്ണയിലേക്ക് ഇടാനൊക്കെ പറ്റും. ഞാൻ കാണിക്കേ, നമ്മളിങ്ങനെ ഉണ്ടാവും ചട്ടി ചൂടായിട്ട് ഞാനിങ്ങനെ ഇത്ര ദൂരത്തു നിന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ കിടന്ന് എന്നിട്ട് കോരി വെച്ച മുറുക്കുകളാണ് കേട്ടോ. അത് ലൈറ്റും ഡാർക്കും കളറുണ്ട്. ബട്ടർ മുറുക്കാണ് കേട്ടോ. നമ്മളിതിൽ ബട്ടറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണാണ് മാവിൽ ചേർത്തത്. ഇത്രയും ഉണ്ട്.